ഹായ് ഡിയോസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് ഒരു മുഴുവനായിട്ടുള്ള കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാകും. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്ക് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കാനായിട്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ തിരിച്ചിടാതെ 1 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിടുക. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കോളിഫ്ലവർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ളത് കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. ഞാൻ അതേ പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഓൾറെഡി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 പച്ചമുളകും 1 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ സോയാ സോസ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1 ക്യാപ്സിക്കം ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് സോയാ സോസും ടൊമാറ്റോ സോസും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. അതിനുശേഷം അതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കറിക്ക് കൂടുതൽ തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരല്പം സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയാവും. അപ്പോൾ ഇപ്പോൾ ഗോബി മഞ്ചൂരിയൻ നല്ല കളർഫുൾ ലുക്കായിട്ടുണ്ട് കേട്ടോ. ഫൈനലി നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.